സ്ക്രീനാണല്ലോ. ഓക്കെ. കഴിഞ്ഞ തവണ പറയുമ്പോൾ നമ്മൾ അവസാനം ആ മൊഡ്യൂളിൻ്റെ അവസാനം വിട്ടുപോയി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉടനെ പറഞ്ഞത് പെട്ടെന്ന് സ്പീഡായിട്ട് എടുത്തിട്ട് നമുക്ക് അടുത്ത മൊഡ്യൂളിൽ നിന്ന് തുടങ്ങാനുള്ളതാണ്. അപ്പോൾ മൊഡ്യൂൾ തുടങ്ങി വെക്കാം എന്തായാലും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നോൺ ഫെറസ് അലോയ്സ് ആണല്ലേ. നോൺ ഫെറസ് അലോയ്സ് ആണ്. അപ്പോൾ നോൺ ഫെറസ് അലോയ്സിനകത്ത് വരുന്ന ഒരു നോൺ ഫെറസ് അലോയാണ് കോപ്പർ എന്ന് പറഞ്ഞാൽ. കോപ്പറിൻ്റെ അലോയ്സ് ആയിരുന്നു ബ്രാസ് ആൻഡ് ബ്രോൺസ്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രാസ് ഒരുപാട് ടൈപ്പുകൾക്ക് പഠിക്കാനുണ്ടാവും, ബ്രോൺസും ഒരുപാട് ടൈപ്പ് പഠിക്കാനുണ്ടാവും. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കണ്ട. എന്താണ് ബ്രാസ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ്, എന്താണ് ബ്രോൺസ്, അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പോൾ സ്ലൈഡ് നിങ്ങൾക്ക് തരുന്ന സമയത്ത് സ്ലൈഡ് എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് നോട്ട് തരുന്ന പോലെ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സ്ലൈഡ് ഉണ്ടാവുക. അപ്പോൾ അതിൽ നിങ്ങൾ സിലബസ് നോക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഒരു ഇയർ കിട്ടും, അത് നോക്കുക. എന്താണ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇറ്റ് മീൻസ് യു വാണ്ട് ടു സ്റ്റഡി വാട്ട് ആർ different types of non-ferrous alloys and what are the main alloys. What are the main alloys include coming under that type of non-ferrous ആയിട്ടുള്ള മെറ്റീരിയൽസിനകത്ത് വരുന്ന അലോയ്സ് എന്തൊക്കെയാണ്? non-ferrous materials are അലൂമിനിയം, കോപ്പർ, സിലിക്കൺ, magnesium, all are coming under non-ferrous materials. But the alloys of non-ferrous materials means copper alloys, aluminum alloys, and other. Copper alloys are mainly bronze and brass. So what is bronze and what is brass എന്നുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. 54% carbon zinc content. Zinc and copper to the constitute the brass. Zinc and copper. So zinc content varies to 5 to 54% is shown here. 5 to 58% അടങ്ങിയിട്ടുള്ളതാണ് ബ്രാസ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് പഠിക്കാവുന്നേ ഉള്ളൂ. ദെൻ ദാറ്റ് ഈസ് ആൽഫ ബ്രോൺസിൻ്റെ ഇത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അത് ജസ്റ്റ് വായിച്ചിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ കാര്യം എടുക്കുന്നില്ല. ഇത് കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം, വിച്ച് മീൻസ് ബ്രാസ് ഉണ്ടാകുന്നതിൻ്റെ കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം ഈ പറഞ്ഞിരിക്കുന്നത്. കോപ്പർ സിങ്ക് ഫേസ് ഡയഗ്രാം നമ്മൾ അയൺ കാർബൺ പഠിച്ചിട്ടുണ്ട് അല്ലേ. Bronze means the term bronze represent alloys of copper elements other than zinc. So zinc and copper include brass. So here other than copper, zinc അല്ലാത്ത രീതിയിലുള്ള മറ്റ് എലമെന്റ്സ് ആയിട്ട് ടിൻ ആണ് ആയിട്ടുള്ളത്. അതിൽ സിങ്ക് ആണെങ്കിൽ ഇവിടെ ടിൻ ആണ്. Tin. So here in 88%, simple bronze contain 88% copper, 88% copper and 12% tin. So copper and zinc constitute brass, and copper and tin constitute bronze. Okay, tin in n ഉണ്ട്, ബ്രോൺസിലും n ഉണ്ട്. ബ്രോൺസ് ടിൻ. അപ്പോൾ അത് മനസ്സിലാക്കാം. ബ്രോൺസിന് കോപ്പർ ആൻഡ് ടിൻ. ബ്രാസ് മീൻസ് കോപ്പർ ആൻഡ് സിങ്ക്. അത് മനസ്സിലാക്കിയാൽ മതി. ടിൻ ബ്രോൺ ആ ഒരു പ്രാസം ഒപ്പിച്ചിട്ട് പഠിക്കാം ഏതാണ് എലമെന്റ് ആയിട്ട്. സോ ഹിയർ no other elements are added here. 88% coin normal bronze contain 88% of copper and 12% of tin. So other small traces is 88% only 87.98% ആയിരിക്കാം. 12% means 11.78% ആയിരിക്കാം. Around 20% ഉണ്ടാവുക. So other traces of other elements, that is 0.01 or 0.002% etc. elements are also added here, like phosphorus, lead, nickel etc. are also added to obtain favorable properties. Okay. Other than tin, elements like aluminum, silicon or beryllium are also allowed in copper, producing different bronzes. So here bronze is normal bronze, we can say that's 88% copper and 12% tin. So normal different kinds of bronze materials. നമ്മൾ ബ്രാസിനെ കുറിച്ച് വെക്കുമ്പോൾ ആൽഫ സംതിങ് ലൈക്ക് യെല്ലോ ആൽഫ ബ്രാസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബ്രാസിന്റെ കാര്യങ്ങൾ പറയാനുണ്ട് ഉണ്ടാവും. സോ അതേപോലെ തന്നെ ബ്രോൺസിനകത്തും when the zinc content or tin content varies and copper content varies, we will get different types of bronzes also. Normal bronze contain 80% copper and 12% tin. But if we are adding or we are adding some other elements also along with this type of tin and copper, we will get another type of bronze. So tin adhigavum bronze copper adhigavum ഉണ്ടാകുമ്പോൾ ബ്രോൺസിനാണ് കിട്ടുക. But when we are adding some other elements also, we will get different types of symbols. So അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിന്റെ പ്രോപ്പർട്ടി എന്തൊക്കെയാണ് മീൻസ് properties of bronze. You can explain that bronze are softer, weaker than steel. So they are very soft metal and very less strength material as compared to steel. Steel is a very
abundant material used commonly in our environment. It is steel is first, copper and അലൂമിനിയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന 3 കാര്യങ്ങളാണ് ഈ 3 കോപ്പർ, സ്റ്റീൽ, കോപ്പർ ആൻഡ് അലൂമിനിയം. So corrosion resistance, heat and electric conductivity are also better than steel. These are the properties. The main properties of bronze are corrosion resistance, electrical conductivity. It is high cost material. Bronze are very high cost material as compared to steels. The main application of these bronze materials are preparation of manufacturing of bearing, springs, ഇൻസ്ട്രുമെന്റൽ കാസ്റ്റിംഗ്, ബെൽസ് ആൻഡ് സ്റ്റാറ്റസ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കി ഇൻഡസ്ട്രിയൽ കാസ്റ്റിംഗ്സ്, ബെൽസ്, സ്പ്രിങ്സ്, ബിയറിങ്സ് ഇതൊന്നും അത്ര വലിയ ഹാർഡ്നെസ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർഡ് മെറ്റീരിയൽസ് അല്ല താഴെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇതിനെക്കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ there itself we can see that the bronze are not that much higher and strong material. It is a soft and weaker material. കുറച്ചധികം ബ്രോൺസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. മഗ്നീഷ്യം. Magnesium is also a type of non-ferrous material. So it is lighter and less ductile than aluminum. Magnesium is less ductile and it is less harder than aluminum. Less harder than aluminum. So very much അതും ഒരു ടൈപ്പ് ഓഫ് അലോയ് ആണ്, ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണെന്ന് മനസ്സിലാക്കുക. അതായത് നോൺ ഫെറസ് മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് നോട്ട് പ്രിപ്പയർ, ഇറ്റ് ഈസ് നോട്ട് മെയ്ഡ് വിത്ത് സ്റ്റീൽ ഓർ അയൺ. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് നോൺ ഫെറസ് മെറ്റീരിയൽ ആൻഡ് it is a more lighter and more ductile than aluminum. It is having a poor modulus of velocity, poor resistance to wear, fatigue and creep. Poor resistance to wear, fatigue and creep എന്നുള്ള പോയിട്ടുണ്ട്. 4% fatigue and creep. So ഈ fatigue and creep എന്നുള്ള പോലെ നിങ്ങൾ അടിവാരിയായിട്ട് വെക്കണം. ബിക്കോസ് our next module, 5th module, completely deals with fatigue and creep. Fatigue and creep. So the main magnesium alloys. Magnesium alloys means magnesium അധികം alloys കൂടുതൽ ആഡ് ചെയ്യുന്നത് അലൂമിനിയം ആണ്. അധികമായിട്ട് ആഡ് ചെയ്യുന്നത് അലൂമിനിയം, സിങ്ക് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. Manganese, aluminum and zinc are the most commonly used alloying elements in magnesium. So magnesium alloying elements means magnesium കൂടെ ആഡ് ചെയ്യുന്ന other alloying elements. So addition of aluminum to magnesium increases strength, hardness and castability. Zinc and manganese may be added to this binary alloy for further improvement in properties. So main alloying element of aluminum is magnesium. Magnesium aluminum alloy is a very important one in our industrial purpose, or in our industry the commonly used type of magnesium alloy is magnesium aluminum alloy. It is a very much high strength, high hard material when magnesium is stored and mixed with aluminum. Okay, the main other properties are improvement of corrosion resistance, increasing of wear resistance, all other resistance type of increase ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ സഹായിക്കും. The main application of magnesium alloys are shown here in the area of aerospace, high-speed machinery, transportation material. That is, the all type of material are used in എല്ലാം automobile industry use ചെയ്യാൻ പറ്റുന്ന materials ആണ്. Automobile industries and machinery equipments. These alloys or these metals are used for producing or manufacturing all kind of machineries, all kind of automobile parts and automobile equipments. Nickel is also another type of last type of non-ferrous material. So nickel is the metal, or nickel is also a non-ferrous metal. It's also a non-ferrous metal. It's having a good corrosion resistance and can be strengthened by age hardening also. The most common alloying element in nickel are copper, iron, chromium, molybdenum, manganese, and aluminum. The all type of metal are added here. That is, nickel is a good mechanically work material. Nickel is a common normal nickel is having good corrosion resistance and
when we are added aluminum, magnesium or something like that, this property increases other than this corrosion. Corrosion already nickel ഉള്ളതാണ്. സോ അതിന്റെ കൂടെ നമുക്ക് അഡീഷൻ ആഡ് ചെയ്യുമ്പോൾ സ്ട്രെങ്ത്തും കൂടും, വേറെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെയാണ് അഡീഷൻ ആയിട്ട് കൂടുന്നത്. സോ കോപ്പറിന്റെ നിക്കലിന്റെ കൂടെ അധികം കേൾക്കുന്ന അലോയാണ് കോപ്പർ നിക്കൽ CuNi അലോയ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അലോയാണ്. മഗ്നീഷ്യം അലൂമിനിയം അലോയ് എന്ന് പറഞ്ഞ പോലെ കോപ്പർ നിക്കൽ അലോയ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് അലോയ് ഇൻ അവർ ഇൻഡസ്ട്രി. കോപ്പർ നിക്കൽ അലോയ്. സോ കോപ്പർ നിക്കൽ അലോയിന്റെ ഫേസ് ഡയഗ്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ മൂന്നാമത്തെ മോഡലിൽ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ കാണാൻ കഴിയുന്നതാണ്. കോപ്പർ നിക്കൽ അലോയ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് അലോയ്. Okay, copper is completely soluble nickel. That is why copper nickel alloy is very much useful in our industry. Copper nickel alloy. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ കോപ്പർ നിക്കൽ അലോയിന്റെ സൊല്യൂബിലിറ്റിനെ കുറിച്ചും അതിന്റെ അഡീഷൻ. അപ്പൊ ഇത് രണ്ടും ആഡ് ചെയ്താൽ ഇത്ര പെർസെന്റേജ്. വെൻ കോപ്പർ ആൻഡ് നിക്കൽ ആഡ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. When it is added to 2:1, you will get a most important alloy. It is known as monal. Copper nickel alloy 2:1 ratio. We will get a important alloy called monal. MONEL. Okay, a monal having a high corrosion resistance and better mechanical properties. So corrosion is a property of nickel itself. Nickel property ആണ് corrosion. അതിന്റെ കൂടെയുള്ള ഈ മറ്റുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിട്ടുന്നത്. When this sulfur is added to monal, monal is a 2:1 ratio prepared ചെയ്യുന്ന copper nickel alloy. When sulfur is added to monal, it improve machinability in called R monal. Sulfur ആഡ് ചെയ്യുമ്പോൾ R monal എന്ന് പറഞ്ഞ പേര് വരും. സോ അലൂമിനിയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ K monal എന്നുള്ള പേര് വരും. ഓക്കെ, അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേരിലേക്കാണ്. സിലിക്കൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ H monal. So monal is the main aluminum nickel copper alloy. Copper nickel alloy is monal, MONEL, where it is added in the ratio of 2:1. When sulfur is added to monal, we will get R monal. When aluminum is added, it is called K monal. When silicon is added, it is called H monal. And these type of monals are these different types of monals are there. It is having a സെയിം ഏകദേശം അല്ലെ നോർമൽ ഇറ്റ് ഈസ് ഹാവ് എ സെയിം പ്രോപ്പർട്ടി ബട്ട് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഓരോന്നിനും അഡീഷൻ ആഡ് ചെയ്യുന്ന അലൂമിനിയം എഴുതാൽ അലൂമിനിയത്തിന്റെ പ്രോപ്പർട്ടി കൂടി വരും. സൾഫർ എഴുതാൽ സൾഫറിന്റെ പ്രോപ്പർട്ടി വരും. ദെൻ സിലിക്കൺ എഴുതാൽ സിലിക്കൺ പ്രോപ്പർട്ടിയും കൂടി എക്സ്ട്രാ കയറി വരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ്. അത് നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് മനസ്സിലാക്കട്ടെ. സോ അഡീഷണൽ ഞാൻ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് ഇസ് അവർ ലാസ്റ്റ് മോഡ്യൂൾ. which deals with fatigue. Okay, fifth module നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് which deals with fatigue. So what is simply called fatigue? So in this all fourth module we ഒന്ന് ആലോചിച്ച് നോക്കാം. തുടക്കം തൊട്ട് ഫസ്റ്റ് മോഡ്യൂൾ ഇറ്റ്സെൽഫ് we have just studied about crystallization. തുടങ്ങിയ സമയം തൊട്ട് നമ്മൾ ക്രിസ്റ്റൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, എന്താണ് ആറ്റം, എന്താണ് നമ്മുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടാണ് ഓരോരോ കാര്യങ്ങളൊക്കെ എത്തിയത്. ഉണ്ടാവുന്ന കാര്യം, അത് മിക്സ് ചെയ്യുന്ന കാര്യം, അത് അലോയ്സ് ആയിരുന്നു 2-3 ആറ്റംസ് മിക്സ് ചെയ്യുന്നത്, ഒരുപാട് കാര്യങ്ങൾ എത്തി. ഇനി അവസാനം എടുത്തുമ്പോൾ ഇതിന്റെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്ക് എത്തി നമ്മൾ 4ാമത്തെ മോഡ്യൂൾ കഴിയുമ്പോഴത്തേക്കും. സോ ഫിഫ്ത്ത് മോഡ്യൂൾ ഡീൽസ് വിത്ത് ദ ഫ്രാക്ചർ. കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതിനുണ്ടാകുന്ന പ്രശ്നം, ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന fractures and failures that we are discussing in our fifth module, which completely deals with fatigue, creep, fracture, etc. It is the main points of our fifth module. So ഒരു കുറച്ചു കാലം ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചാലും അതിന് വേറെ ടയർ ഉണ്ടാവുകയും അതിൽ ക്രാക്ക് രൂപപ്പെടുകയും പിന്നെ അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്യും. സോ അങ്ങനെ ഉണ്ടാകുന്ന ക്രാക്കുകൾ അത് എന്ത് തരം സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നത്, ടെൻസൈൽ സ്ട്രെങ്ത് മെയിനായി പഠിക്കുന്ന സ്ട്രെസ്സുകൾ ടെൻസൈൽ സ്ട്രെങ്ത്, കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞ സ്ട്രെസ് പഠിക്കുന്നുണ്ട്. ടെൻസൈൽ സ്ട്രെങ്ത് പറഞ്ഞാൽ വലിയുന്നത്, പുറത്തോട്ടേക്ക് വലിക്കുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞാൽ അതിന്റെ മൈക്രോ സ്ട്രെങ്ത് തമ്മിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് അമർത്തി വെക്കുന്ന സ്ട്രെസ്സിനാണ് കംപ്രസീവ് സ്ട്രെങ്ത് പറയുന്നത്. സോ പലതരം സ്ട്രെസ്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ അത്രയും സ്ട്രെസ്സുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഈ പറയുന്ന മെറ്റൽ ഉണ്ടാകുന്ന ഡീഫോർമേഷൻ അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഷേപ്പിലേക്ക് മാറുന്നതാണ്. സോ അത് ക്രാക്ക് ഒക്കെ ഇനീഷ്യേറ്റ് ചെയ്തിട്ട് അത് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്, അതായത് ഫെയിലിയർ.
നമ്മൾ ടെൻഷൻ ടെസ്റ്റ് സിവിൽ നമ്മൾ ലാബിൽ ചെയ്യുന്നുണ്ടാവണം. അതിന് ചെയ്യും എന്തായാലും. അതിൽ പറയുന്നത് എത്ര ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഇത്ര പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ, ടെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ലെവൽ എത്തുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും. വലിച്ച് അതിൻ്റെ അകത്ത് വലിഞ്ഞ് നോസ് പോകും. ഇത് പിന്നെ അത് പൊട്ടുകയാണ് ചെയ്യുക. സോ അങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥ പലതരം ഫെയിലിയേഴ്സ് ആണ്. സോ ഫാറ്റിഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഫെയിലിയർ. ഇറ്റ് ഈസ് ദ മോസ്റ്റ് 50% ഓഫ് എനി ടൈപ്പ് ഓഫ് ഫെയിലിയേഴ്സ് ക്യാൻ ബി റെഫർഡ് ആസ് ഫാറ്റിഗ്. ഇറ്റ് ഈസ് എ സിംപ്ലി കോൾഡ് ഇറ്റ് ഈസ് എ ഫെയിലിയർ ഇറ്റ്സെൽഫ്. അതൊരു നമ്മുടെ ഇതിലുണ്ടാകുന്ന മെറ്റലുണ്ടാകുന്ന ഫെയിലിയറിന്റെ ഒരു ടൈപ്പിനെയാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ വി ആർ അപ്ലൈയിങ് എ ലോഡ് ഓൺ എനി മെറ്റൽ, we are applying a load on any metal or any steady metal. Okay, any steady ലോഡുകൾ നമ്മൾ സാധാരണ ഗതിയിൽ നോർമലായിട്ട് എടുക്കുന്ന മെറ്റീരിയൽ സ്റ്റഡി ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ. ഓക്കെ, ഒരു എത്രയിലാണ് പൊട്ടുക നമുക്കറിയാം. അതായത് ഈ സ്റ്റഡി ലോഡ് എത്ര ലോഡ് വരെ കൊടുത്താലാണ് പൊട്ടുക എന്നുള്ള നമുക്ക് അറിയാം. അതെ, നമുക്ക് ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എടുക്കാം. ഒരു മെറ്റീരിയൽ കൺസിഡർ ചെയ്തു. സോ ഇതിന് മുകളിൽ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ലോഡ് വരെ ഇത് താങ്ങും എന്നുള്ളതിനെ കണക്ക് നമുക്ക് ഏകദേശം അറിയാമായിരിക്കും. ഈ മെറ്റൽ താങ്ങുന്നത് നമ്മൾ പിന്നെ ലോഡ് കൊടുക്കുകയാണ്. സ്റ്റഡി ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇത്ര സ്ട്രെസ് അത് ഹാൻഡിൽ ചെയ്യും, അതിനുശേഷം അത് പൊട്ടിപ്പോകും എന്നുള്ളത് നമുക്ക്, നിങ്ങൾ ഇത് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെക്കാനിക്കൽ സോളിഡ്സ് ആണ്. സോളിഡ്സ് പഠിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലായി വരുന്നത്. ഇതിൽ എത്ര പ്രഷറും എത്ര സ്ട്രെസ് വരെ താങ്ങും എന്നുള്ള സ്റ്റഡി ലോഡ് നമുക്കറിയാം. സോ അതിനൊരു ലെവൽ ഉണ്ടാവും. ഇത്ര സ്ട്രെസ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ഇത്ര സ്ട്രെസ് ന്യൂട്ടൺ mm സ്ക്വയർ ആണ്. mm സ്ക്വയർ സ്ട്രെസ് ഉണ്ടാവും, സിഗ്മ. സോ ആ സ്ട്രെസ്സിനെക്കാളും താഴെയുള്ള സ്ട്രെസ്സിൽ അത് പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, എത്ര പോലും താങ്ങാത്ത രീതിയിൽ പൊട്ടിപ്പോകുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റിഗ് എന്ന് പറയുന്നത്. വെൻ റിപ്പീറ്റീവ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ഈസ് അപ്ലൈഡ്, വെൻ റിപ്പീറ്റീവ് ഓർ ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ഈസ് അപ്ലൈഡ്, നേരെയുള്ള സ്റ്റഡി ലോഡല്ലാതെ ഫോഴ്സ് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ഒരു പെർട്ടിക്കുലർ പോയിന്റ് അല്ലാതെ ഏതൊക്കെയോ രീതിയിൽ ഒരു മെറ്റലിന്റെ മുകളിൽ ഏതൊക്കെയോ രീതിയിൽ അൺയൂണിഫോംഡ് ആയിട്ട്, നോൺ യൂണിഫോം ആയിട്ട് സ്റ്റഡി ലോഡല്ലാതെ ഏതെങ്കിലും രീതിയിൽ ഇടിക്കുക. അപ്പൊ അതിനെ ശരിക്കും അത് താങ്ങുന്ന ലോഡിനേക്കാളും ചെറിയ ലോഡ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് റിപ്പീറ്റീവ് ആയിട്ട് ഫ്ലക്ച്വേറ്റിംഗ് സ്ട്രെസ് ആണ് നമ്മളതിൽ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നോർമലായിട്ട് സ്റ്റഡി ലോഡ് പൊട്ടുന്നതിനേക്കാളും ചെറിയ സ്ട്രെസ്സിൽ അത് പൊട്ടാം. അങ്ങനെ പൊട്ടിപ്പോകുന്ന ഫെയിലിയറിനെയാണ് ഫാറ്റിഗ് എന്ന് പറയുന്നത്. ഓക്കെ, the material subjected to repetitive or fluctuating stress will fail at stress much lower than that required to cause failure under steady loads. വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. മെറ്റീരിയൽസ് subjected to repetitive or fluctuating stress will fail at a stress much lower than that required to cause failure under steady load. സ്റ്റഡി ലോഡിൽ നമ്മൾ എത്ര ഫോഴ്സ് ആണോ കൊടുക്കേണ്ടത്, എത്ര ഫോഴ്സ് കൊടുത്താലാണ് പൊട്ടുക, ആ ഒരു പോയിന്റിനെക്കാളും ചെറിയ സ്ട്രെസ്സിനകത്ത് അത് പൊട്ടുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഫ്ലക്ച്വേറ്റിംഗ് ലോഡുകളും സ്ട്രെസ്സുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സാധാരണ പൊട്ടേണ്ട അവസ്ഥയെക്കാളും മുമ്പേ അത് പൊട്ടുന്നുണ്ടെങ്കിൽ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. വണ്ടിയുടെ ടയറിന് എടുക്കാം. ഓക്കെ, ഒരു ടയർ നമുക്ക് എടുക്കാം. ഒരു ടയർ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഈ ടയർ പഞ്ചറാവും എന്നുള്ള അവസ്ഥ നമുക്ക് എത്തുന്നതായിരിക്കും. ഇത്ര ദൂരം ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടയർ പൊട്ടാം. അല്ലെങ്കിൽ നല്ല റോഡിലോട്ട് ഓടുന്നതാണെങ്കിൽ ഒരു വർഷമൊക്കെ എത്തുന്ന ടയറാണെന്ന് വിചാരിക്കും. നല്ല റോഡിൽ ഡെയിലി ഒരു 100-150 കിലോമീറ്റർ വെച്ച് ഓടുന്നതാണെങ്കിൽ ഒരു വർഷമൊക്കെ എത്തുന്ന ടയറാണ് എന്ന് വിചാരിക്കാം. സോ അതേ ടയർ വെച്ച് അതേ വണ്ടി വെച്ച് നമ്മൾ ഓഫ് റോഡിലേക്ക് ഇറങ്ങി, അതായത് ഫുൾ പാറയും കാടുകളും അടക്കിയ റോഡിലേക്ക് നമ്മൾ ആ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 4 മാസം കൊണ്ട് ആ ടയർ പൊട്ടിപ്പോകും. ശരിക്കും പറഞ്ഞാൽ നല്ല റോഡിലൂടെ നോർമലായിട്ട് ലോഡ് കൊടുത്തിട്ട് ഓടുമ്പോൾ അത് ഒരു വർഷം എത്തേണ്ട ടയറാണ്. ഒരു വർഷം ആകുമ്പോഴാണ് നോർമൽ റോഡ് കൂടെ പൊട്ടണമെങ്കിൽ അത് ഓഫ് റോഡ് ആയിട്ടുള്ള കല്ലും മുള്ളും അല്ലെങ്കിൽ പാറക്കൂടിനും ഇടക്കൂട്ടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് 4 മാസം കൊണ്ട് പൊട്ടിപ്പോകും. ഇതാണ് ഫാറ്റിഗ്. മെറ്റീരിയൽസ് subject to fluctuating stress or repeated stress will fail at a stress much lower than that required to cause failure under steady loads. This behavior of a material which cause failure is known as fatigue. Clear ആണോ?
Yes, sir. Okay. So there are different types of load or different types of stresses we can apply. Fluctuating stress എന്ന് പറഞ്ഞു, അത് ഡിഫറെൻറ്റ് ടൈപ്സുകൾ നമുക്ക് കാണാൻ പറ്റുന്ന സൈക്ലിക് സ്ട്രെസ്സുകളുണ്ട്. So these examples for different types of ഈ ഫാറ്റിക് ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളുടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Failures of a component. This fatigue is referred to failure of a component. Fatigue is represented to failure of a component subject to cyclic loading at a stress considerably lower than the yield stress of a static loading. അതിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. Then example of the materials which are causing failure or fatigue are rotating shaft, ബ്രിഡ്ജസ്. ഇതിലൊക്കെയാണ് പെട്ടെന്ന്, കാരണം സാധാരണ ലോഡിനേക്കാൾ പെട്ടെന്ന് അധികം ലോഡ് വരാനും പെട്ടെന്ന് സൈക്ലിക് ലോഡ് വരാനൊക്കെ സാധ്യത സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റിന് മുകളിൽ പെട്ടെന്ന് അധികം ലോഡ് വരാമാണെങ്കിൽ, ബ്രിഡ്ജിന് മുകളിൽ, പാലത്തിന് മുകളിൽ പെട്ടെന്ന് അധികം ഇത്രയും ലോഡ് കയറ്റിയാൽ ചിലപ്പോൾ ഭാരത് ബെൻസ് ലോഡ് കയറി വരുന്ന അത്രയും വെയിറ്റുള്ള വണ്ടി പെട്ടെന്ന് കയറി വരാം. നോർമൽ ചെറിയ പാലത്തിന് മുകളിൽ വലിയ വണ്ടി കയറി വരാം, അങ്ങനെയും പോട്ടാം. എയർക്രാഫ്റ്റ് വിങ്സ്, മെഷീൻ കോമ്പണൻസ്, ഓൾ അതർ ഓട്ടോമൊബൈൽ പാർട്സ് ക്യാൻ ബി യൂസ്ഡ് എക്സാമ്പിൾ. ഓട്ടോമൊബൈൽ പാർട്സ് ഒക്കെ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞ ടയർ കാര്യങ്ങളൊക്കെ സാധാരണ നോർമലായിട്ടുണ്ടെങ്കിൽ അധികം ലോഡൊക്കെ കയറി വന്നാൽ പൊട്ടിപ്പോകുന്ന അവസ്ഥ. സോ ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഫോർ ഫാറ്റിക്. These are all examples for the fatigue causing materials or equipments or machineries. So materials which are subject to repetitive or fluctuating stress will fail at a stress much lower than that required to cause failure under steady loads, which is referred as fatigue. So fatigue occurs in all materials including metals, polymers and ceramics. It will actually I explained about the fatigue causing in automobile parts and machinery, but it will also cause in all ceramic materials. But if ceramic materials, glass ഒക്കെ ഗ്ലാസ്, നമ്മുടെ ഈ സാനിറ്ററി എക്യുപ്മെന്റ്സ് ഒക്കെ, ഇതും ഈ പറയുന്ന രീതിയിലും അധികം ലോഡ് പെട്ടെന്ന് വന്നാൽ പൊട്ടിപ്പോകുന്ന കാര്യങ്ങളാണ്. Occurs in all materials including metals, polymers and ceramics, etc. All materials, മെറ്റൽസ്, പോളിമേഴ്സ്, സെറാമിക്സ് നമുക്ക് നോർമൽ എല്ലാ മെറ്റീരിയലുമായി ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽസ് ആർ അണ്ടർ മെറ്റൽസ്, പോളിമേഴ്സ് ആൻഡ് സെറാമിക്സ്. ഈ എല്ലാ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളായിരിക്കും ഇതിലെല്ലാം പോളിമേഴ്സ്, സെറാമിക്സ് ആൻഡ് മെറ്റൽസ്. സോ ഇറ്റ് വിൽ കോസ് ഫെയിലിയർ in any type of materials. Okay, so it is a single largest cause of failure in metals. The fatigue is explained as a single largest cause of failure in metals. So in metals or in materials, the failures can occur in many conditions. പല കണ്ടീഷനിൽ നമുക്ക് ഫെയിലിയർ occur ചെയ്യാം. സോ ഇറ്റ് ഈസ് എ സിംഗിൾ ലാർജസ്റ്റ് കോസ് ഓഫ് ഫെയിലിയർ. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കോസ് ആണ്, പല പല കോസുകൾ കൂടിയിട്ട് പൊട്ടാം. സോ ഇറ്റ് സിംഗിൾ ലാർജസ്റ്റ് കോസ് among the failures. 80% 90% of all metallic failure is due to fatigue. 80% to 90% of all metallic failure are due to fatigue. പല മെറ്റൽ കൂട്ടും നമുക്ക് അധികം പറ്റുന്നത് കംപ്ലീറ്റ് ഈ പറഞ്ഞ ഫാറ്റികൾ കൊണ്ടാണ്, മീൻസ് ഫെയിലിയർ സംഭവിക്കും. So it occurs without any warning or signs of failure. It's a very important points are explained here. It means it occurs without any warnings or signs of failure. പെട്ടെന്നാണ് ഇത് സംഭവിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമേ ഇത് പൊട്ടാൻ പോവുകയാണെന്നുള്ളതിന്റെ പെട്ടെന്നുള്ള ഒരു ഇതൊന്നും തരില്ല. പെട്ടെന്നാണ് ഇത് പൊട്ടുക, മെറ്റൽ പൊട്ടുന്നതും എല്ലാം പെട്ടെന്നാണ് ഇതെല്ലാം സംഭവിക്കുക. സോ ഇറ്റ് occurs without any warning or signs of failure. Fatigue is almost brittle in nature. Fatigue can be explained as a brittle in nature, where we have a strength, it possesses a hardness, but it will break easily when applied to normal or an abnormal stress. സാധാരണഗതിയിൽ ഉറപ്പൊക്കെയുള്ള മെറ്റീരിയൽ ആയിരിക്കും, ബട്ട് വെൻ അബ്നോർമൽ സ്ട്രെസ് ആർ ആക്ടിങ് ഓൺ ഇറ്റ്, ഇറ്റ് വിൽ കോസ് ഫെയിലിയർ. These are the main features of fatigue. Points ഒന്ന് നോട്ട് ചെയ്യാം. Module 5, first topic, fatigue.
different stress cycles. As I explained, there are different type of stress cycles which we can explain about the failure. ഫെയിലിയർ പറയുമ്പോൾ ഒരുപാട് സ്ട്രെസ് സൈക്കിൾസ് ഉണ്ട്. നമ്മൾ ഈ പൊട്ടിപ്പോകുന്ന സ്ട്രെസ് കൊടുക്കുന്ന സ്ട്രെസ്സുകളുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതുണ്ട്. First one, it is explained as reversal or sinusoidal stress cycle. It's a normal type of stress cycle which we can apply for a steady type of load. സ്റ്റഡി ലോഡ് നമ്മൾ കൊടുക്കാൻ വെക്കുന്ന സാധാരണഗതിയിലുള്ള സൈക്കിൾസ് നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ബിഫോർ ദാറ്റ്, ആസ് ഇൻട്രൊഡക്ഷൻ, റിവേഴ്സ് ഓർ സൈനസോയിഡൽ സ്ട്രെസ് സൈക്കിൾ ഇസ് ദ നോർമൽ ടൈപ്പ് ഓഫ് സ്ട്രെസ് സൈക്കിൾ വിച്ച് വി ആർ അപ്ലൈയിങ് ഓൺ എ സ്റ്റഡി ലോഡ്. ഒരു സ്റ്റഡി ലോഡിൽ സാധാരണഗതിയിൽ കൊടുക്കുന്ന നോർമൽ ആയിട്ടുള്ള സ്ട്രെസ് സൈക്കിൾസ് ആണ് റിവേഴ്സ് ഓർ സൈനസോയിഡൽ സ്ട്രെസ് സൈക്കിൾ. And repeated stress cycle is somewhat abnormal case. Repeated stress cycle, which is we are applying the stress in a repeated condition in an abnormal condition. And last one is a very much dangerous, that is irregular or random stress cycle. That is ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മളൊരു സ്ട്രെസ് കൊടുക്കുന്ന ലോഡ് അപ്ലൈ ചെയ്യുന്ന ടൈം എടുക്കുക. നമ്മൾ ഇവിടത്തേക്ക് ലോഡ് കൊടുക്കുകയാണ്. ഒരു T=5 സെക്കൻഡ്, T=25 സെക്കൻഡ്സ്. ഒരു ടൈമിലേക്ക് കൊടുക്കുന്ന ലോഡ്, ആ ലോഡ് ഒരു യൂണിഫോം സെക്ഷനാണെങ്കിൽ 5 ലോഡ് കൊടുത്തു, 1 കൊടുത്തു, ഒരു പെർട്ടിക്കുലർ ടൈം ബീങ്ങിൽ നല്ല രീതിയിലുള്ള ലോഡാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് വേറെ സംഭവിക്കാൻ കുറവാണ്. ആ രീതിയിൽ ലോഡാണ് റിവേഴ്സ് ഓർ സൈനസോയിഡൽ സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത്. സോ റിപ്പീറ്റഡ് സ്ട്രെസ് സൈക്കിൾ മീൻസ് ഒരു പോയിന്റ് തന്നെ ചില സമയത്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ട് ശരിയായ അബ്നോർമൽ കണ്ടീഷനിലേക്ക് വരുന്നതാണ്. ഒരു ചിലപ്പം ഇവിടെ ആ രീതിയിൽ കൊടുത്തു പോകുന്നതിനാണ് റിപ്പീറ്റഡ് സ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത്. മറ്റേത് ഇറഗുലർ ആണെങ്കിൽ ഒരു തരത്തിലും നമുക്ക് പെട്ടെന്ന് തന്നെ ചേഞ്ച് സംഭവിക്കുന്നത്, മെറ്റലിനകത്ത് പലതരം ചേഞ്ച് സംഭവിക്കാൻ പാടുന്ന പെട്ടെന്ന് പല ഇറഗുലർ റാൻഡം കണ്ടീഷൻ സ്ട്രെസ് വരുന്നതാണ്. We can say it is a irregular type of stress cycle. ഈ മൂന്നിൻ്റെയും ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 3 ഫിഗേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നും എന്താണ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ we can discuss in our next class. റെക്കോർഡ് ഓഫ് ചെയ്തിട്ട്